അതവർ തീർത്തോളും, അവർ തീർക്കുന്നുണ്ട്. ലീഗിന് വേണ്ടി തന്നെയാണ് ഫിറോസ് പറയുന്നത്, വ്യക്തിപരമായല്ല. ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കണമെന്ന വെല്ലുവിളി, നിയമസഭയിൽ അവതരിപ്പിക്കാൻ പറ്റുമെന്ന വെല്ലുവിളിയാണ് KT ജലീൽ ഉയർത്തിയിട്ടുള്ളത്. നിയമസഭയിൽ അവതരിപ്പിക്കാൻ നിയമസഭയിൽ ലീഗ് അവതരിപ്പിച്ചല്ലേ അടിയന്തര പ്രമേയം വഴി അന്നത്തെ ഈ സംഭവം ഉണ്ടായപ്പോ KT ജലീൽ ഈ ഭൂമി ഏറ്റെടുത്തതിൽ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് കേരള നിയമസഭയിൽ അന്നത്തെ തിരൂർ MLA ശ്രീ KT ജലീൽ മന്ത്രിയായിരിക്കുമ്പോ ഹൈക്കോടതി കള്ളത്തരം ചെയ്തിട്ടുണ്ട്, ഇറങ്ങിപ്പോ എന്ന് പറയുന്നതിന് മുമ്പ് ശ്രീ മമ്മൂട്ടി അടിയന്തര പ്രമേയം വഴി കേരള നിയമസഭയിൽ ഇത് കൊണ്ടുവന്നതാണ്. മറ്റൊന്ന്, ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരൂരിന്റെ തന്നെ MLA കുറുക്കോളി മൊയ്തീൻ പുതിയൊരു പ്രസ്താവന, പുതിയതല്ല പഴയതാണ്, അതായത് തിരൂര് ഒരു പുതിയ ജില്ലയായിട്ട് പ്രഖ്യാപിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ അവിടെ തന്നെ ഉള്ള മറ്റൊരു MLA ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് ലീഗിന്റെ ഈ വിഷയത്തിൽ നിലപാട്? പണ്ട് ലീഗ് ഉന്നയിച്ചൊരു വിഷയമാണ്, പിന്നീട് ലീഗ് കൈവിട്ട വിഷയവുമാണ്. അത് സംബന്ധിച്ച് ലീഗ് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഇതുവരെ ഒരു ആവശ്യവും ഉന്നയിച്ചിട്ടില്ല. ഈ SIR പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അത് നീട്ടിവെക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെങ്ങനെ ലീഗ് കാണുന്നത്? കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളും ഐക്യകണ്ഠേന ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ വിളിച്ച യോഗത്തിൽ ഈ പാർട്ടികളൊക്കെ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, BJP ഒഴികെ. അതുകൊണ്ട് തന്നെയാണ് കമ്മീഷൻ ഇത്തരം നിലപാട് എടുത്തത്. ഇതിലൊരു യോജിച്ച പ്രക്ഷോഭത്തിന് UDF തയ്യാറാണോ? ആലോചിക്കാവുന്നതാണ്.